ഹലോ കൂട്ടുകാരെ, കാവാലം കപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോള്, അതായത് നാത്തൂൻ്റെ കുട്ടി ഋതുമതിയായ ഒരു ചടങ്ങിനെ സംബന്ധിച്ചാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവിലൊന്നാണ് ഋതുമതിയാകുക എന്ന ചടങ്ങ്. ഈ നിമിഷം ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും അവിടെ നിന്നും സ്ത്രീത്വത്തിലേക്കുമുള്ള പരിവർത്തനമായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രകൃതിയിൽ ഒരു ചെടി പൂവിടുന്നത് പോലെ സുന്ദരമായ ഒരു പ്രക്രിയയാണ്. ഇതിനെ ഭയത്തോടും ലജ്ജയോടുകൂടിയും കാണേണ്ടതില്ല, മറിച്ച് ആദരവോടുകൂടിയും അറിവോടുകൂടിയും സ്വീകരിക്കേണ്ട ഒന്നാണ് ഇത്. ഋതുമതിയാകുക എന്നാൽ ശരീരം മാതൃത്വത്തിനായി സജ്ജമായി തുടങ്ങുക എന്നാണ് അർത്ഥം. ഹോർമോണുകളിലൂടെ ആർത്തവ ചക്രം ആരംഭിക്കുന്നു. ഇത് വെറും ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല, മറിച്ച് ഒരു ജീവനെ ഉൾക്കൊള്ളാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളിൽ ഹോർമോൺ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദേഷ്യം, സങ്കടം, പേടി എന്നിവ സ്വാഭാവികമാണ്. ഈ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അശുദ്ധിയല്ല, മറിച്ച് പ്രകൃതിയുടെ സ്വാഭാവിക നിയമമാണെന്നും ബോധ്യപ്പെടുത്താൻ കുടുംബത്തിനും പ്രത്യേകിച്ച് അമ്മമാർക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശുചിത്വത്തിൻ്റെ പ്രാധാന്യം. ആർത്തവകാലത്ത് പാലിക്കേണ്ട ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചും അറിവ് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനായി ഗുണമേന്മയുള്ള സാനിറ്ററി പാഡുകളോ മെൻസ്ട്രൽ കപ്പുകളോ ഉപയോഗിക്കാം. രണ്ടാമതായി കൃത്യമായിട്ട് അവ മാറ്റുകയും വേണം. മൂന്നാമത്തെ ഘടകം പോഷകാഹാരം കഴിക്കുക എന്നതാണ്, പ്രത്യേകിച്ച് അയൺ അടങ്ങിയ ഭക്ഷണ രീതികൾ, അതായത് ഇലക്കറി, പച്ചക്കറി, പഴങ്ങൾ തുടങ്ങിയവ ധാരാളമായി കഴിക്കുക. കൂടാതെ ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും വേണം. പണ്ടത്തെ കാലത്ത് കേരളത്തിൽ തിരുട് കല്യാണം പോലുള്ള ചടങ്ങുകൾ വളരെ വിപുലമായി നടത്തിയിരുന്നു. പെൺകുട്ടികൾ മുതിർന്നു എന്ന് സമൂഹത്തെ അറിയിക്കാനും അവർക്ക് പ്രത്യേക പരിഗണന നൽകാനും വേണ്ടിയായിരുന്നു ഇത് നടത്തിയിരുന്നത്. ഇന്നത്തെ കാലത്ത് വലിയ ചടങ്ങുകൾ കുറവാണെങ്കിലും അത് കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർ ചെറിയ മാറ്റത്തോടു കൂടി ആഘോഷിക്കാറുണ്ട്. ആർത്തവം ഒരു തടസ്സമല്ല. കായിക രംഗത്തായാലും പഠനത്തിലായാലും ജോലിയിലായാലും ഈ ദിനങ്ങളിൽ മുന്നോട്ട് പോകാൻ പെൺകുട്ടിക്ക് സാധിക്കണം. ആർത്തവത്തെക്കുറിച്ച് തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഇന്നുമുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ശാസ്ത്രമായ അറിവോടുകൂടി അതിനെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആർത്തവ സമയത്ത് പ്രവേശിക്കരുത് എന്ന് പറയുന്നതിന് പിന്നിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളും കാരണങ്ങളും നിലവിലുണ്ട്. ഇവയിൽ പ്രധാനമായും മൂന്നായിട്ട് അതിനെ തിരിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഊർജ്ജതന്ത്രപരമായ കാഴ്ചപ്പാട്. ക്ഷേത്രങ്ങളിൽ എന്നത് വലിയ അളവിൽ പോസിറ്റീവ് ഊർജം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇടങ്ങളിലൊന്നാണ്. അതിൽ ഊർജ്ജപ്രവാഹം ആർത്തവ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഊർജം താഴേക്ക് പ്രവഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിൽ നിന്നും മന്ത്രോ ഉച്ചാരണങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജം മുകളിലേക്കും പ്രവഹിക്കുന്നു. ഈ വിപരീത ഊർജ്ജപ്രവാഹങ്ങൾ ശരീരത്തിലെ അസ്വസ്ഥതയുണ്ടാക്കുമെന്നും അത് സ്ത്രീകളുടെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. നമ്മുടെ ശാരീരികമായ വിശ്രമം. പണ്ട് കാലത്ത് സ്ത്രീകൾ വീട്ടുജോലികൾ മറ്റും ചെയ്ത് കഠിനമായി അധ്വാനിച്ചിരുന്നവരാണ്. നിർബന്ധിതമായും അവർക്ക് വിശ്രമം അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് ആർത്തവ ദിനങ്ങളിൽ സ്ത്രീകൾക്ക് ശരീരത്തിന് അവശതയും വേദനയും ഉണ്ടാവാൻ സാധ്യത കൂടുതലായിരുന്നു. ആ സമയത്ത് ക്ഷേത്ര ദർശനങ്ങളും പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ട വ്രതങ്ങൾ എന്നിവയിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നതിലൂടെ അവർക്ക് പൂർണ്ണമായ വിശ്രമം ഉറപ്പാക്കുക എന്നതിന് വേണ്ടിയായിരുന്നു അന്നത്തെ ഒരു ലക്ഷ്യം തന്നെ. ഈ ശുദ്ധി സങ്കല്പങ്ങൾ ആചാരപരമായ ശുദ്ധി ക്ഷേത്രങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്ന് കാലം മാറിയതനുസരിച്ച് ഈ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പലരും ഇതിനൊരു വ്യക്തിപരമായ തീരുമാനമായിട്ടാണ് കാണാറുള്ളത്.
ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനും ദൈവവിശ്വാസം പുലർത്തുന്നതിനോ ആർത്തവം ഒരു തടസ്സമല്ലെന്നാണ് ആധുനിക സമൂഹം ഇന്ന് ചിന്തിക്കുന്നത്. എങ്കിലും ഓരോ ക്ഷേത്രങ്ങളിലും ആചാരങ്ങളെ മാനിച്ചുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഇന്നും ഈ ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കാറുണ്ട്. ചുരുക്കത്തിൽ ഇത് ഭക്തിയേക്കാൾ ഉപരിയായി പാരമ്പര്യമായി കൈമാറി വന്ന ആചാരങ്ങളുടെയും ആരോഗ്യപരമായ മുൻകരുതലുകളുടെയും ഒരു ഭാഗമായാണ് ഇന്നും നിലകൊള്ളുന്നത്. ഋതുമതിയാകുക എന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പൂർണ്ണതയുള്ള ഒന്നാണ്. അവളെ ഇതിൻ്റെ പേരിൽ പരിഹസിക്കാനോ മാറ്റി നിർത്തുവാനോ പാടില്ല. ഉള്ള സമയത്ത് അവളെ അവളുടെ ചിറകുകൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. പ്രകൃതിയുടെ ഈ വലിയ അത്ഭുതത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. എല്ലാവരും ഇങ്ങനെയുള്ള ചടങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളിൽ ആത്മവിശ്വാസങ്ങൾ വർദ്ധിക്കുന്നതിലും അവർക്ക് ഇതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് കിട്ടുകയും ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ വെറൈറ്റി വീഡിയോകളുമായി ഞാൻ ഇനിയും വരും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.